പഠിത്തത്തിലും എഴുത്തിലും സമ്പന്നമായ പൈതൃകമില്ല. ദരിദ്ര ബാല്യത്തെ അതിജീവിച്ച് നേടിയ വിദ്യാഭ്യാസം, സൗഹൃദങ്ങൾ സമ്മാനിച്ച കരുത്ത്, അനുഭവങ്ങളിൽ നിന്ന് ആർജിച്ച വ്യക്തിത്വം, നൊമ്പരങ്ങളിൽ ചാലിച്ച നിറക്കൂട്ടുകൾ കൊണ്ട് കാലം വരച്ചെടുത്ത എഴുത്തുകാരൻ ആര്യനാട് സത്യൻ. ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തീ താര എന്ന നാടകം എഴുതിയത് രേഖയില്ലാത്ത ഓർമ്മ മാത്രം. 12ാം വയസ്സിൽ എഴുതാനെടുത്ത തൂലികയ്ക്ക് 70ാം വയസ്സിലും വിശ്രമമില്ല. എഴുത്തിന് ഒരാശാനോ മാതൃകയോ മുന്നിലില്ല. കടന്നു വന്ന ആരും സ്വാധീനിച്ചിട്ടുമില്ല. സ്വയം ഉണ്ടാക്കിയ മാതൃകയിൽ നിന്നുകൊണ്ട് എഴുതി, അധികവും നാടകങ്ങൾ. സ്റ്റേജ് നാടകങ്ങളും തെരുവ് നാടകങ്ങളും ബാലനാടകങ്ങളും റേഡിയോ നാടകങ്ങളും ഒരുപോലെ ആ തൂലികയ്ക്ക് വഴങ്ങി. നാടകത്തോടുള്ള പ്രണയം, അതുമായുള്ള സല്ലാപം നാടകരചനാശാസ്ത്രം എന്ന പഠന ഗ്രന്ഥം എഴുതുന്നിടത്തോളം ചെന്നെത്തി. എഴുതിയതൊക്കെ വായിച്ചു കേൾക്കാനും ശരിതെറ്റുകൾ മുഖം നോക്കാതെ പറയാനും ഒരു കൂട്ടം നല്ല ചങ്ങാതിമാരുണ്ടായി. നാടകത്തിന് പുറമെ ആത്മകഥകൾ, ആത്മീയ കഥകൾ, വിശ്വകഥകൾ, ലേഖനങ്ങൾ, അങ്ങനെ വൈവിധ്യമാർന്ന രചനകൾ. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസ്, കേരള ബുക്ക് മാർക്ക്, ശുചിത്വ മിഷൻ, MKSP തുടങ്ങിയ വകുപ്പുകളിൽ സേവനമർപ്പിച്ചു. അപ്പോഴും എഴുത്ത് ഒരു നിഴൽ പോലെ ഒപ്പമുണ്ടായിരുന്നു. കനലെരിച്ച് കാച്ചി ഒരുക്കിയ ഗ്രന്ഥങ്ങളിൽ ചിലതെങ്കിലും സ്മരിക്കാതെ പോകുന്നത് ശരിയല്ല. കേരള യൂണിവേഴ്സിറ്റി മലയാളം ഡിഗ്രി മെയിൻ പാഠപുസ്തകമായ 10ാം വേഷം നാടകത്തിന് സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചു. കാറൽ മാർക്സ് VT പുരസ്കാരത്തിനും വിചാരണയുടെ രാത്രി ബോംബെ പ്രതിഭാ പുരസ്കാരത്തിനും അർഹമായി. പിന്നെയും ഉണരുന്നവരും മുത്തപ്പൻകാവിലെ അപ്പൂപ്പനും ആകാശവാണി ദേശീയ നാടക പുരസ്കാരം നേടി. പുതിയൊരു നാടക സമ്പ്രദായത്തിന് വഴിവെച്ച ധ്വംസനവും, അരങ്ങിന്റെ ക്രാഫ്റ്റ് അറിഞ്ഞെഴുതിയ ബിഥോവനും കാമമോഹിതയായ ലിലിത്തുമൊക്കെ സത്യന്റെ മാസ്റ്റർ പീസുകളാണ്. ചെറുതും വലുതുമായ നിരവധി അംഗീകാരങ്ങൾക്ക് അർഹനായ ആര്യനാട് സത്യന് പോയ വർഷത്തെ സംസ്ഥാന സർക്കാർ ഭാരത് ഭവൻ പ്രഥമ നെടുമുടി വേണു ഗ്രാമീണ നാടക സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചതിൽ സുഹൃത്തുക്കളെല്ലാം ആഹ്ലാദിക്കുന്നു. അരനൂറ്റാണ്ടിലേറെയായി ആരവങ്ങളില്ലാതെ എഴുതുകയും 70 ആണ്ടായി നിശബ്ദനായി നാടിനൊപ്പം നടക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സത്യൻ സാർ, അങ്ങേ അഭിമാനത്തോടെ ജന്മനാട് ആദരിച്ചുകൊള്ളുന്നു.